ഇവിടെ മതസംവരണമുണ്ട് കേരളത്തിൽ. 1936 പോലെ 36 മുതൽ ഇവിടെ മുസ്ലിം സംവരണമുണ്ട്. യു നോ ദാറ്റ് ഇറ്റ് ഈസ് ആന്റി കോൺസ്റ്റിറ്റ്യൂഷണൽ. നിങ്ങൾ ടെക്നിക്കലായിട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ 100% ഭരണഘടനാ വിരുദ്ധമായ കാര്യമാണ്. അതെങ്ങനെ ഇവിടെ കണ്ടിന്യൂ ചെയ്യുന്നത്? അപ്പോൾ ഇത് കോൺസ്റ്റിറ്റ്യൂഷനായിട്ട് ബന്ധപ്പെട്ട കാര്യമല്ല. ഇത് ബേസിക്കലി പൊളിറ്റിക്കൽ ബാർഗൈനിങ് ആണ്, രാഷ്ട്രീയ വിലപേശലാണ്. ഇപ്പോൾ നമുക്കറിയാം ഈ ജാതി മതം എന്നൊക്കെ പറയുന്ന ഒരു കാര്യം, മതം പോട്ടെ, ജാതിയുടെ കാര്യത്തിൽ എന്താണ് നമ്മൾ സെല്ല് ചെയ്യുന്നത്? ഇപ്പോൾ എല്ലാ ജാതികൾക്കും സംവരണമുണ്ട് കേരളത്തിൽ. സർവ്വജാതി സംവരണം വരുമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട് അതിനകത്ത്. ഞാനൊരു പ്രവാചകനായിട്ടൊന്നുമല്ല, എനിക്കങ്ങനെ ഒരു സ്പെഷ്യൽ എബിലിറ്റി ഇല്ല. പക്ഷേ എനിക്ക് മനസ്സിലാവാം ഈ സംവരണം എന്ന് പറയുന്ന ഒരു മുന്തിരിച്ചാറ് രുചിക്കുന്ന സമൂഹങ്ങൾ വിട്ടുകളയില്ല, രുചിക്കാത്തവൻ അതിനുവേണ്ടി കരഞ്ഞുകൊണ്ടേയിരിക്കും. കാരണം അതിനകത്ത് അടിസ്ഥാനപരമായ അനീതിയുണ്ട്. കാരണം നിങ്ങൾ ബസ്സിൽ യാത്ര ചെയ്യുന്നു, അപ്പോൾ കണ്ടക്ടർ വരുമ്പോൾ 2 പേര് ടിക്കറ്റ് എടുക്കുന്നില്ല. അപ്പം ഞാൻ ചോദിക്കുന്നു, എന്താ അവർ ടിക്കറ്റ് എടുക്കാതെ? അവർക്ക് ടിക്കറ്റ് എടുക്കണ്ട. അപ്പം എനിക്കെന്താ തോന്നുന്നത്? അതെന്താ കാരണം? അതിങ്ങനെ ചരിത്രപരമായ അടിച്ചമർത്തൽ കാരണം അവർക്ക് ടിക്കറ്റ് എടുക്കണ്ട. ഞാൻ പറഞ്ഞു. പിന്നെ വേറൊരാൾ തന്നെ അവർ സ്ത്രീകളായതുകൊണ്ട് ടിക്കറ്റ് എടുക്കണ്ട. അപ്പോൾ എന്താ അവിടെ സംഭവിക്കുന്നത് വെച്ചാൽ, ബാക്കിയിരിക്കുന്ന സ്ത്രീകളല്ലാത്ത ഈ പറയുന്ന അല്ലാത്ത ആളുകൾ എല്ലാം കൂടെ അവർക്കുണ്ടാകുന്ന റിസെൻ്റ് എന്ന് പറഞ്ഞാൽ അവർ അനീതിക്കിരയായി എന്നായിരിക്കും അവർ തോന്നുന്നത്. അവസാനം ആ വണ്ടി ഓടിക്കുന്നത് ഫുൾ ഫ്രീയിലായിരിക്കും. ഉറപ്പാണ്. നിങ്ങളത് ചെയ്തു. ഒന്നുകിൽ എല്ലാവരും ടിക്കറ്റ് എടുക്കണം.